ഡോക്ടർ മണികണ്ഠൻ സംഘവാദിയായ നമ്മുടെ മുഖ്യ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് തിരുമേനിയെ പൂർവാധികം ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും നടുനിവർത്തി ഇരിക്കുക. അതിനുശേഷം ഈ ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് മടിയിൽ വെക്കുക. മടിയിലുള്ള മറ്റു സാധനങ്ങളൊക്കെ വീണു പോകാതെ നോക്കണ്ട, താഴത്തെടുത്ത് വെച്ചാൽ മതി. അതിനുശേഷം ശരീരം നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് ഇരിക്കുക. കൂന് കൂടി ഇരിക്കരുത്. കൂന് കൂടി ഇരുന്ന് വെയിറ്റ് തോന്നും. സ്ട്രൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവില്ല ശരീരത്തിന്. അതിനുശേഷം മനസ്സ് ഏകാഗ്രമാക്കി പ്രണവ ഉപാസന ചെയ്യുക. ഇപ്പോൾ ലോകത്തിൽ ഈ ഇന്ത്യയിൽ എവിടെ നമഃ പാർവതീപദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹരഹര മഹാദേവ എന്ന് പറയാത്ത ഏക സഹോദരന്മാർ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് 100-ൽ 101 മാർക്ക് എന്നിരിക്കുന്നു. ഏതായാലും നമുക്ക് ആരംഭിക്കാം. നടു നന്നായിട്ട് നിവർത്തി ശ്വാസം നന്നായിട്ട് വലിച്ചെടുക്കണം. കണ്ണടച്ച് പിടിക്കണം. ആ ശ്രീലകത്ത് ശോഭിക്കേണ്ടതായിരിക്കുന്ന ആ മഹാദേവനെ മനസ്സിൽ ഉൾക്കണ്ണുകൊണ്ട് കാണണം. ഊർജത്തെ ആവാഹിക്കണം. നടു നിവർത്തി പിടിക്കുക, കണ്ണടയ്ക്കുക. എന്നോടൊപ്പം പ്രണവത്തെ ഉപാസന ചെയ്യുക.
കൈ നോക്കി ചിരിക്കുക. ചിരിച്ചതിന് ശേഷം 2 കൈയും കൂട്ടി വരച്ച് കണ്ണിൽ വെക്കുക. അത് മുഖത്ത് ഒപ്പിയെടുക്കുക. ഇതാണ് പ്രണവ ഉപാസന. ഒരു ഹിന്ദു ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് തൻ്റെ കൈനോക്കി കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത് ഗോവിന്ദ പ്രഭാതേ കരദർശന. ഈ മന്ത്രം ചൊല്ലി ആ കൈ നോക്കി ചിരിക്കുകയാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണുകളും നാച്ചുറൽ ഹോർമോണാണ്. നാച്ചുറൽ ഹോർമോൺ അല്ലാതെ ആർട്ടിഫിഷ്യൽ ഹോർമോണ് ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഹാപ്പി ഹോർമോണ്. ഈ ഹാപ്പി ഹോർമോൺ ഓപ്പൺ ആകുന്നതിൽ പ്രധാനമായ മുഖ്യ പങ്ക് വഹിക്കുന്നത് മുഖം ചിരിക്കുമ്പോൾ വലിഞ്ഞു പിടിക്കുമ്പോൾ ഈ മാംസപേശികൾ അപ്ലൈ ചെയ്യുകയാണ്, ബ്രെയിനിലോട് മെസ്സേജ് കൊടുക്കുകയാണ്. അവിടം തൊട്ടാണ് ഹിന്ദുവിൻ്റെ ഒരു ദിവസത്തെ ജീവിതം ആരംഭിക്കുന്നത്. ഏതായാലും ധന്യമായ ഈ മുഹൂർത്തം എല്ലാവരും അതുപോലെ വീണ്ടും കൈപിടിച്ച് കണ്ണടച്ച് ആ ശ്രീലകത്ത് വസിക്കുന്നതായിരിക്കുന്ന മഹാദേവനെ ഭംഗിയായിട്ട് മനസ്സിലങ്ങട് ധ്യാനിക്കുക. ഞാൻ ചൊല്ലുന്ന മന്ത്രം ചെവി കൊണ്ടല്ല കേൾക്കേണ്ടത്, ബുദ്ധി കൊണ്ടാണ് കേൾക്കേണ്ടത്. കണ്ണടച്ച് ഉൾക്കണ്ണ് തറക്കാനായിക്കൊണ്ട് ഉള്ളിലുള്ള അറിവും കഴിവും വികസിക്കാനായിക്കൊണ്ട് ഉള്ളിൽ ആ പരമേശ്വരനെ കാണുക. എല്ലാവരും നടുനിവർന്ന് ഇരിക്കുക. കൂടാരം മൃഗമഭയവരദഹസ്തോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജനിലയോ വ്യാഘ്രശർമാത്തവാസ ധ്യായേ മുക്താപരാഗാമൃത രസകലിതാദ്രിപ്രഭ പഞ്ചവക്രസ്ത്രക്ഷകോടീരകോടി ഘടിതതുഹിനരോ തുഷ്കലാത്തുംഗമൗലി. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. നമഃ പാർവതീപദേ എന്ന് പറയുമ്പോൾ എല്ലാവരും ആ മന്ത്രം ഏറ്റു ചൊല്ലണം. ആ ഏറ്റു ചൊല്ലുമ്പോഴാണ് നമ്മുടെ ബുദ്ധിയിൽ, ബോധത്തിൽ, ചിന്തകളിൽ തോട്ട് എനർജി, ബ്രെയിൻ എനർജി കൺവേർട്ടഡ് ടു സൗണ്ട് എനർജി, അത് നമ്മുടെ ജീവിതത്തെ അടിമുടി പരിവർത്തനത്തിനും വിധേയമാക്കുന്നതാണ്. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. സ്വാമി ശരണമയ്യപ്പ. ഇനി ഒരു ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം ഭൂർഭുവസ്സുവാ. ചൊല്ലൂ. തസവിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഈ ഗായത്രി മന്ത്ര ഉപാസന എല്ലാവരും എല്ലാ ദിവസവും നിർബന്ധമായും ചൊല്ലണം. നമ്മൾ ചൊല്ലുന്ന കേട്ട് നമ്മുടെ ഭർത്താവ് ഇത് പഠിക്കണം, നമ്മുടെ മക്കളിത് പഠിക്കണം,
നമ്മൾ അച്ഛനും അമ്മയും ഇത് പഠിക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധിയോയോന പ്രചോദയാൽ, എൻ്റെ ബുദ്ധിക്ക് ഉണർവുണ്ടാവേണമേ, എൻ്റെ ബുദ്ധിക്ക് വളർച്ചയുണ്ടാകണമേ. ഈ ശ്രീലകത്ത് ശോഭിക്കണതായിരിക്കുന്ന ആ മഹാദേവ ചൈതന്യം എൻ്റെ ബുദ്ധിയിൽ ഉണരേണമേ. ആകാശത്ത് ഇന്ന് സുപ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നതുപോലെ എൻ്റെ ബുദ്ധിയിൽ സഹസ്രകോടി സൂര്യ ചൈതന്യം ഉണരേണമേ എന്നുള്ളതാണ് ഗായത്രി മന്ത്രം. നിങ്ങളൊക്കെ ഇവിടെ വന്ന് പൂജയും അർച്ചനകളും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ മൃത്യുഞ്ജയ മന്ത്രം അർച്ചന ചെയ്യാറുണ്ട് ഇല്ലേ? ആർക്കൊക്കെ ഈ പൊന്നുതമ്പുരാൻ്റെ മൃത്യുഞ്ജയ മന്ത്രം ആർക്കൊക്കെ അറിയാവുന്നവരെ 1 2 ഓ വെരി ഗുഡ്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ മൃത്യുഞ്ജയ മന്ത്രം ഒന്ന് നോക്കാം. ഓം ചൊല്ലു. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാ അമൃതാത്. ഓം നമഃ ശിവായ. ഈ ശ്രീലകത്ത് ശോഭിക്കണതായ ഹേ മഹാദേവോ, ആ ത്രംബകനെ ഞാൻ ഭജിക്കുന്നു, ഞാൻ യജിക്കുന്നു. ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. എൻ്റെ ശരീരത്തിന് പുഷ്ടി, ആയുസ്സിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യപ്രദമായൊരു ജീവിതവും എൻ്റെ ചിന്തകൾക്കും എൻ്റെ മനസ്സിനും എൻ്റെ ബുദ്ധിക്കും എൻ്റെ ജീവിതത്തിനും സുഗന്ധവും ഉണ്ടാകണമേ. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത്. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ബന്ധനത്തിലാണ്, എൻ്റെ ഭാര്യയുടെ ബന്ധനത്തിലാണ്, എൻ്റെ മക്കളുടെ ബന്ധനത്തിലാണ്, എൻ്റെ ശരീരത്തിൻ്റെ ബന്ധനത്തിലാണ്, സമൂഹത്തിൻ്റെ ബന്ധനത്തിലാണ്, സോഷ്യൽ മീഡിയകളുടെ ബന്ധനത്തിലാണ്. ഈ ബന്ധനത്തിൽ നിന്നും വിട്ട് എങ്ങനെയാണോ ഒരു കുമ്പളങ്ങയുടെ വള്ളിയിൽ നിന്നും കുമ്പളങ്ങ വിട്ടു വരുന്നത്, അതുപോലെ മൂത്ത് പഴുത്ത് പാകമായി ഈ ശരീരത്തിൽ നിന്നും എന്നിലെ ജീവൻ ആ ജഗദീശ്വരനായ പരമേശ്വരനായ ആ ശ്രീലകത്ത് ശോഭിക്കണതായ ഹേ പരമേശ്വര, അങ്ങയോട് ലയിച്ച് ചേർന്ന് എനിക്കൊന്നായി തീരാൻ സാധിക്കണമേ. ത്രംബകൻ യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാ അമൃതാത്. ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊഴികെ ബാക്കി എല്ലാവരും എങ്ങോട്ട് പോവും? മരിച്ചു പോവും, മരിച്ച് പോവും. നമ്മൾ മരിച്ചു പോകില്ല, മറിച്ച് അമൃതത്വത്തിൻ്റെ സന്തതികളായ നാം അമൃതത്വത്തിൽ ജീവിച്ച് അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരും. അമൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മൃതിയില്ലാത്ത ആ പരമേശ്വരൻ്റെ തൃപ്പാദങ്ങളിലോട്ട് ലയിച്ചു ചേരും. അത് ലയിച്ചു ചേരാൻ ഈ മൃത്യുഞ്ജയ മന്ത്രം ദിവസേന നമ്മൾ ചൊല്ലണം. നമ്മളമ്മ 10 മാസം ഗർഭത്തിൽ നമ്മളെ ചുമന്ന് കൊണ്ട് നടന്ന് പ്രസവിച്ച് പോറ്റി വളർത്തിയത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ കുറച്ചൊന്ന് മെനക്കെടണം, അല്ലാതെ ഇതൊന്നും നടക്കില്ല. നിങ്ങൾ ആദ്യം കേട്ട ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രമാണ് നമ്മുടെ സർവാദരണീയനായ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത തന്ത്രി അദ്ദേഹം ആ പരമ്പരയിൽ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണ് നിങ്ങൾ കേട്ടത്. മേശാന്തി ദിവസേന പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ആവാഹന മന്ത്രമാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഇനി ഈ മഹാദേവൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന നിങ്ങളോട്, പ്രായമുള്ള ആൾക്കാരോടൊന്നും ചോദിക്കുന്നില്ല, കുട്ടികളോട് ഞാൻ ചോദിക്കേണ്ടത്, അതിനകത്ത് പറയുന്നുണ്ട്, ഈ ശിവന്
എത്ര മുഖങ്ങളാണുള്ളത്? ഹിന്ദുക്കൾ തന്നെയല്ല എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ വെറുതെ ചുമ്മാ തമാശയ്ക്ക് ചോദിക്കുകയാണത്. ശിവന് എത്ര മുഖങ്ങളാണുള്ളത്? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത്? ഇങ്ങോട്ട് നോക്കും, വേറെ ആളെ നോക്കണ്ട. കണ്ടോ, ഇതാണ്. ഇനി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മറ്റു മതസ്ഥരുടെ അടുത്ത് പോയിട്ട് അവരുടെ ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കാം. എന്ത് കൃത്യമായിട്ട് അവർ മറുപടി പറയും? ഞാൻ ഭഗവത്ഗീത എന്തെങ്കിലും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭഗവത്ഗീത ആരും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ ഇല്ല. ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ക്രിസ്ത്യാനികളുടെ എന്തെങ്കിലും പരിപാടി കാണിച്ചാൽ ബൈബിൾ ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല, ഖുർആൻ ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഭഗവത്ഗീത പോലും എടുക്കാതെയാണ് വന്നിട്ടുള്ളത്. എല്ലാം കേൾക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇടത് കൈയോട് ചെവിയോട് കേട്ടിട്ട് വലത് ചെവി കൊണ്ട് വിടാനാണ്. എന്നാൽ കുറച്ച് നോട്ടുകളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. എന്നാലും എനിക്ക് വലിയൊരു നാണക്കേടാണ് നിങ്ങൾ സമ്മാനിച്ചത്. ഈ ഭഗവാൻ എത്ര മുഖമുണ്ടെന്ന് പോലും അറിയില്ല. എന്തിന്? അവിടെ നിന്നൊരു ചേച്ചി പറയുന്നുണ്ട്, തിരുമേനി ഞാൻ എൻ്റെ പല്ല് പോലും ഇതുവരെ കണ്ടിട്ടില്ല, എന്നിട്ട് വേണ്ടേ? ആർക്കും പല്ല് കണ്ടിട്ടുണ്ടോ? പൊട്ടിച്ചെടുത്താൽ കാണാൻ പറ്റും. മൂക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഈ താടി മീശയും പോലും കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെത്. അപ്പോൾ ഇത്രയും അജ്ഞരാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പഠിക്കണം. ഇവിടെ ഭദ്രദീപം കൊളുത്തിയ തന്ത്രിയുണ്ട്. ആ തന്ത്രി അദ്ദേഹം എനിക്ക് ഒരു ശബരിമല തന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള സർവ്വതന്ത്രിമാരെയും പരിചയമുണ്ട്. അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു തന്ത്രിയാണ് ഭദ്രദീപം കൊളുത്തിയ അദ്ദേഹം. ജ്ഞാനത്തിൻ്റെ നിറകുട്ടമാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവോസ്ഥതോ ജയ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. ആചാര്യന്മാര് കാണിക്കുന്ന പാതയിലൂടെ യാത്ര ചെയ്യുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അവിടെയാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്. മനനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയ ബന്ധയോ വിഷയാസക്ത മുക്തയെ നിർവിഷയം സ്മൃതേ. ഇവിടെയാണ് മനുഷ്യരാകുന്നത്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. അവരൊക്കെ കുറച്ചാൾക്ക് തലയിരിച്ചു പിടിക്കുന്നുണ്ട്. ഈ ശിവന് എത്ര മുഖമാണുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏതായാലും ഞാൻ കുട്ടികളോടാണ് ചോദിച്ചത്. വലിയ ആൾക്കാർക്കൊക്കെ അറിയാമെന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഭേഷ് എന്നുള്ള ഒരു ഭാവത്തിൽ ഇരിക്കുന്നുണ്ട്. പഠിക്കണം. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത്പരം യോഗ സംസിദ്ധേ കാലേനാത്മനി വിദ്യതേ. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാണ്ട് എഞ്ചിനീയർ ആവാൻ പറ്റൂല. MBBS പഠിക്കാതെ ഡോക്ടർ ആവാൻ പറ്റില്ല. വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കാതെ പൂജാരി ആവാൻ പറ്റില്ല. എന്തിന്? ഒരു പുളുങ്കരി വെക്കണമെങ്കിൽ പോലും അറിയണം. ഒരു അവിയൽ വെക്കണമെങ്കിൽ പോലും അറിയണം. എന്തിന്? ഖാന ശാപ്പാട് കഴിക്കാൻ പോലും അറിയണം. ഇതിനിടെ എറണാകുളത്തിലെ പ്രോഗ്രാമിൽ ഒരു ഫോറിൻ ഊണ് കഴിക്കുന്നുണ്ട്. അവരെ എല്ലാവർക്കും ചോറും ഇത് 2 വിരലുകൊണ്ട് എടുത്ത് ഇങ്ങനെ ആക്കേണ്ട. അപ്പോഴാണ് മനസ്സിലായത് ഊണ് കഴിക്കാൻ പോലും പഠിക്കണം. അപ്പോൾ ഈ സംസ്കൃതി നമ്മൾ പഠിച്ചില്ല എങ്കിൽ മറ്റു മതസ്ഥർ അവരുടെ സംസ്കൃതി പഠിക്കുന്നുണ്ട്. നമ്മളെ മക്കൾ ഈ സംസ്കൃതിയിൽ വളരില്ല. അതുകൊണ്ട് ഈ സംസ്കാരത്തെക്കുറിച്ച് എൻ്റെ സംസ്കാരം എന്താണ്, ഈ സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയമായ ഈ ഹൈന്ദവ സംസ്കൃതി കൃത്യമായി നാം പഠിക്കണം. ഏതായാലും ആ മഹാദേവൻ്റെ മുഖങ്ങൾ 5 മുഖങ്ങളാണ്. എത്ര മുഖങ്ങളാണ്? പിന്നെയും തെറ്റിക്കും. 15 അല്ല, 15 10 അഡീഷണൽ ആയിട്ട് എഴുതി. 5 മുഖങ്ങൾ. എത്ര? ബിഭ്രദ്വർഭിപുടാരം മൃഗമഭയവരതഹസ്തോ സുപ്രസന്നോ മഹേഷ സർവാലങ്കാരദീപ്ത സരസിജനലോ വ്യാഘ്രചർ മാത്തവസ ധ്യയേ മുക്താപരാഗാമൃതരസ കലിതാദ്രിപ്രഭ പഞ്ചവക്ത്ര. എത്ര? പഞ്ചവക്ര. ഇനി ഇത് എവിടെയും ചോദിക്കുമ്പോൾ ഗമേലങ്ങോട്ട് പറയണം 5 മുഖങ്ങളല്ലേ ഉള്ളത്. ശിവരാത്രിക്ക് നമ്മൾ പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ രാധാമണിനെ കൂട്ടിയിട്ട് വരണം. ആ മഹാദേവന് 5 മുഖങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ രാധാമണി കുഴപ്പമില്ലല്ലോ, കൊള്ളാമല്ലോ, വീഡിയോ കോൺ, ഇതൊക്കെ അറിയാമല്ലേ നീ. അപ്പോൾ ഈ 5 മുഖങ്ങൾ ഇതെന്താണ്? കോംപ്ലിക്കേറ്റഡ് ആയി വീണ്ടും ഇല്ലേ? ഈ 5 മുഖങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതങ്ങളാണ്. എന്താണ്? ആകാശം, വായു,
ജലം, അഗ്നി, ഭൂമി. ഈ ചേച്ചി ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് മറന്നുപോയത് എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പം ഗുരുക്കന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഏതായാലും സന്തോഷം. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാണ്, ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ വൈദിക കാലഘട്ടത്തിൽ 7000 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യന്റെ അന്വേഷണമാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയിലും എത്തിയിരിക്കുന്ന ഈ സനാതനമായ സംസ്കൃതി. സനാതന സംസ്കൃതിക്ക് പേടിക്കൊന്നും വേണ്ട, സദാ നൂതനമായ സംസ്കൃതി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്, എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് ഋഷിപ്രോക്തമാണ്, സയൻറ്റിഫിക്കാണ്, സയൻസാണ്. ആ ഋഷിയുടെ വിഷനും മിഷനുമാണ് ജീവ ജഗത്ത് ജഗതീശ്വരൻ. എന്താണ്? ജീവ ജഗത്ത് ജഗതീശ്വരൻ. ജഗതീശ്വരനെ അന്വേഷിച്ച ഋഷി ഈ പഞ്ചഭൂതങ്ങളിൽ എത്തിച്ചേർന്നു. ആ പഞ്ചഭൂതങ്ങളാണ് എൻ്റെ ശരീരത്തിലുമുള്ളത്. അപ്പോൾ ജീവൻ തന്നെയാണ് ജഗത്തും, ഈ ജഗത്ത് തന്നെയാണ് ജഗതീശ്വരനും. ഈശ്വരനെ നമുക്കൊക്കെ ഭയമല്ലേ, അല്ലേ? ആ, ഇനി മുതലെങ്കിലും ഈശ്വരനെ പേടിക്കൊന്നും വേണ്ട. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനോ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. ആ ശ്രീലകത്തിരിക്കുന്ന ആ പൊന്നുതമ്പുരാനെ നോക്കിക്കൊണ്ട് ശങ്കരാചാര്യർ പറയുകയാണ്, ഈശ്വരനും ഗുരുവും എൻ്റെ അന്തരാത്മാവും ഒന്നാണ്. ഇതാണ് ഭാരതീയ സനാതന സംസ്കൃതി. ആ സംസ്കൃതിയിൽ ഋഷീശ്വരൻ്റെ അത്യത്ഭുതങ്ങളിൽ അത്യത്ഭുതമാണ് ഈ പരമേശ്വര ക്ഷേത്ര സംസ്കൃതി. ക്ഷേത്ര സംസ്കൃതി ഇത് ഒരു മഹാദേവ ക്ഷേത്രമാണ്, അല്ലേ? എന്താണ്? അങ്ങ് അവിടെ ഒരു പെങ്ങളൊക്കെ ഉണ്ട്. ആ പെങ്ങളുടെ ഭർത്താവിനെയൊക്കെ വർത്താനം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ കിടിലം വിറപ്പിക്കും അദ്ദേഹത്തെയൊക്കെ. പക്ഷെ ഇവിടുന്ന് ഒരു വായിലെന്നാക്കി എടുക്കാനൊരു നാണക്കേട്. പറയൂ, എന്താണ് മഹാദേവ ക്ഷേത്രം? എന്താണ് എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാവിന് ചക്കയുണ്ട്, അവിടെ ഉണ്ട്, ഞാൻ കണ്ടു. മാവിന് മാങ്ങയുണ്ട്. ഇതുപോലെ ഈ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയണ്ടേ? നോക്ക്, പഠിക്കണ്ടേ? നോക്ക്. ആ, അപ്പൊ സാധാരണ ദേവീ ക്ഷേത്രങ്ങളൊക്കെ ഒരു ദേവിയുടെ പേരും പറഞ്ഞുകൊണ്ട് ക്ഷേത്രം ഉണ്ടാവും, അല്ലേ? ഉണ്ടാവല്ലേ? ഇവിടെ ആകുമ്പോൾ എന്തായി? മഹാദേവ ക്ഷേത്രമായി. എന്തുകൊണ്ടാണ്? പരമമായ ഈശ്വരനാണ്, സുപ്രീമായിട്ടുള്ള അതോറിറ്റിയാണ്, റൂളറാണ്, ഗവർണറാണ്, എംപററാണ്. അതിന് ബാക്കി എല്ലാത്തിനും ആദിയും അന്തവും ഉണ്ട്. എന്തുണ്ട്? ആദിയും അന്തവും ഉണ്ട്. ഈ ശ്രീലകത്ത് ശോഭിക്കനായ മഹാദേവന് എന്തില്ല? ആദിയുമില്ല, അന്തവുമില്ല. അതുകൊണ്ട് അൺലിമിറ്റഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് വന്നത്? എന്ത്? മഹാദേവൻ. ഇനി ഈ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ പരമേശ്വരൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഇവിടെ ഈ ശ്രീലകത്ത് എന്തിന്? ഉപാസകനാം കാര്യാർത്ഥം ബ്രഹ്മണേ രൂപനാമ കൽപ്പയാമി. ആർക്ക് വേണ്ടിയിട്ടാണ്? ഉപാസകനാം കാര്യാർത്ഥം. അപ്പോ നമ്മളൊക്കെ അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോന്നവരാണില്ലേ, അല്ലേ? അല്ലേ? എന്താ കിട്ടുക ഇതുകൊണ്ട്? ചിരിക്കാൻ തുടങ്ങി. എന്താ ഇതുകൊണ്ട്? സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കുറച്ച് സാധനം മേടിക്കാം, ATM കാർഡ് ഉണ്ടെങ്കിൽ, ഗൂഗിൾ പേ ആയാലും കിട്ടും. എന്താ കിട്ടുക? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഈ പറഞ്ഞ മന്ത്രം ഉപാസകനാം കാര്യാർത്ഥം. ഇവിടെ തൊഴുതു പോകാനല്ല പറഞ്ഞത്, ഉപാസന ചെയ്യാനാണ് പറഞ്ഞത്, അടുത്തിരുത്താനാണ് പറഞ്ഞത്. ഞാനിപ്പോൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്ന അടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ മഹാദേവനെ നമ്മുടെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ നമ്മൾ ആവാഹന ചെയ്യാനാണ്, ഇരുത്താനാണ്. ഉപാസകനാം കാര്യാർത്ഥം. ആ
മഹാദേവനെ നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. ഉപാസകനാം കാര്യാർത്ഥം ബ്രഹ്മണേ രൂപനാമ കൽപ്പയാമി. രൂപം ശിവലിംഗം കണ്ടിട്ടില്ലേ? അകത്ത് പോയി തൊടാറില്ലേ? ആ രൂപം ശിവലിംഗമായിട്ടുള്ള മഹാദേവൻ എന്ന നാമധേയത്തിൽ നമ്മുടെ മുന്നിൽ ഇറങ്ങി വന്ന് അവതരിച്ചിരിക്കുകയാണ്. എന്താണ്? പറയൂ. ഇറങ്ങി വന്നിൽ അവതരിച്ച ഇതാണ് അവതാരം. കേട്ടിട്ടില്ലേ അവതാരം എന്നൊക്കെ? ഇങ്ങ് ഇറങ്ങി വന്നിരിക്കുക. എന്തിന്? നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, നമ്മുടെ ഊർജമായി, നമ്മുടെ ശക്തിയായി, നമ്മുടെ മനഃശക്തിയായി, നമ്മുടെ ബുദ്ധിയിലും ബോധത്തിലും നിറഞ്ഞു നിൽക്കാൻ. അതുവഴി നമുക്കെല്ലാവർക്കും ഒരു ശ്രേയസ് വേണം. എന്ത് വേണം? നമുക്കെല്ലാവർക്കും എന്ത് വേണം? ശ്രേയസ് വേണം. ശ്രേയസിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രേയസ്. എന്താണ് പ്രേയസ്? ഈ ശ്രേയസും പ്രേയസും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ കുഞ്ഞ് കിണറിലോട്ട് വീഴാൻ ഇങ്ങനെ പോയിട്ടാകുമ്പോൾ കുഞ്ഞിനെ കിണറിൽ പോയി വീണോട്ടാൻ ആരെങ്കിലും വിചാരിക്കുമോ? ഇല്ല. ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവരലാണ് എന്ത്? ശ്രേയസ്. ആ കുഞ്ഞ് പോയി വീണോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രേയസ്. ഒരു ഗീത എന്ന് പറഞ്ഞിട്ടുള്ള താനവിടെ ഇരിക്കും. താനല്ല ഗീത, ഇത് ഭഗവത്ഗീതയുടെ കാര്യമായിരുന്നു. അപ്പൊ പെട്ടെന്ന് എഴുന്നേറ്റൊക്കെ ഞാനാണെന്ന്. ആ ഗീതയല്ല, രാമനാരുടെ മകളുടെ കാര്യമല്ല പറയണത്, ഭഗവത്ഗീത. കേട്ടിട്ടുണ്ടോ ഭഗവത്ഗീത? ആ കേട്ടിട്ടുണ്ടോ? അമ്മ കേട്ടിട്ടുണ്ട് ഇല്ലേ? കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? എന്താണ്? ഏതായാലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനോട് ഭഗവാൻ ഉപദേശിയാണ്. യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നാം. ഇതാണ് ഭഗവത്ഗീതയുടെ എസൻസ് ആണ്. അർജുനൻ പറയുന്നത്, ഭഗവാനെ എന്നെ ശ്രേയസ്കരമായ ഒരു പാത കാണിച്ചു തന്ന് എൻ്റെ ജീവിതത്തെ ഉയർത്തിയാലും. നമുക്കൊക്കെ ജീവിതത്തിൽ ഉയരണം. ചെറിയ കുട്ടികളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ സഫലീകരിക്കണം. നമ്മളൊക്കെ ഈ ദുഃഖ ദുരിതമാകുന്ന ഭാണ്ഡവുമേറി യാത്ര ചെയ്യുന്നവരാണ്. ഈ ദുഃഖ ദുരിതങ്ങളൊക്കെ വലിച്ചെറിയണം. എന്നിട്ട് സന്തോഷ സംതൃപ്ത ജീവിതത്തിലേക്ക് ഉയരണം. അതാണ് ശ്രേയസ്. അതുകൊണ്ടാണ് അർജുനൻ ചോദിക്കുന്ന ഭഗവാനോട്, യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നാം. അപ്പോൾ ശ്രേയസ്കരമായ കാര്യങ്ങൾ, ഈ ശ്രേയസ്കരമായ കാര്യങ്ങളാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും. അതിൽ ഒരു നാടിൻ്റെ മുഴുവൻ ശ്രേയസ്സുകളും ആ നാട്ടിലെ സർവചരാചരങ്ങളുടെ ശ്രേയസ്സും ആ ക്ഷേത്രത്തിലെ ദേശദേവനായ ഈ ശ്രീലകത്ത് ശോഭിക്കണതായിരിക്കുന്ന ആ മഹാദേവന്റെ ഐശ്വര്യമാണ് ഈ നാടിൻ്റെയും നാട്ടാരുടെയും സമസ്ത ജീവജാലങ്ങളുടെയും ഐശ്വര്യം. അത് ആചാര്യ തപസാന്നേന ജപേന നിയമേന ച ഉത്സവ അന്നദാനേന ക്ഷേത്ര അഭിവൃത്തിഞ്ച പഞ്ചമ. ഈ 5 ഘടകങ്ങള് കൂടിച്ചേരുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഗതിയും അതോടുകൂടി നാടിൻ്റെയും നാട്ടാരുടെയും അഭിവൃദ്ധിയും. എന്തൊക്കെയാണ്? ആചാര്യ തപസ്സാംഗാന. ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്ത്രിയുടെ തപസ്സാണ് ഒരു ക്ഷേത്രത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ഐശ്വര്യം. ആ തന്ത്രി എന്തൊക്കെയാണ് അവിടെ വിധിക്കുന്നത്, ആ പ്രതിഷ്ഠയോടുകൂടി അദ്ദേഹം തീരുമാനിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒരു LKG പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഗർഭം ധരിച്ചത് അമ്മ,
കുളിപ്പിക്കുന്നത് അമ്മ, പൊട്ടുതൊടിയിക്കുന്നത് അമ്മ, വസ്ത്രം ഉടുപ്പിക്കുന്നത് അമ്മ, ഹോംവർക്ക് ചെയ്യിക്കുന്നത് അമ്മ, യൂണിഫോം ഇടിയിക്കുന്നത് അമ്മ, വണ്ടിയിൽ കയറ്റി വിടുന്നതും അമ്മ, ഇല്ലേ? ഇതുപോലെ ഒരമ്മ എൻ്റെ കാര്യങ്ങൾ ചെയ്തതുപോലെ ഒരു തന്ത്രി അദ്ദേഹത്തിൻ്റെ തപസ്, നമ്മുടെയൊക്കെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും തപസ്സാണ് നമ്മുടെയൊക്കെ ജീവിതം സൗന്ദര്യാത്മകമായി മാറുന്നത്, മധുരതരമായി മാറുന്നത്. ഇതുപോലെ ആചാര്യന്റെ തപസ്സാണ് ഈ ദേവ ചൈതന്യം വികസിപ്പിക്കുന്നത്. വികസിത തത്വസംഹിതയുടെ പേരാണ് സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. ഏതായാലും ഇന്നിവിടെ വന്നതുകൊണ്ട് ആ ബ്രഹ്മചാരിയായ തന്ത്രി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കാനും അദ്ദേഹവുമായി സംവാദം നടത്താനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാൻ സാധിച്ചത് ജന്മാന്തരേ ഭവേത് പുണ്യം, ജന്മജന്മാന്തരങ്ങളായി ഇതാണ് എൻ്റെ പൈതൃകം, ഇതാണ് എൻ്റെ പിതൃത്വം. അവിടെ നിന്ന് നിൽക്കുന്ന വന്ദേ ഗുരുപരമ്പര, ആ ഗുരുപരമ്പരയുടെ സൗഭാഗ്യം കൊണ്ടാണ് ആ ആചാര്യൻ്റെ അനുഗ്രഹം എനിക്ക് നേടാൻ സാധിച്ചത്. ഏതായാലും ഈ മഹാദേവ ക്ഷേത്രത്തിൽ നമുക്ക് കേരളത്തിൽ 2 താവഴികളാണ് തന്ത്രത്തിൻ്റെ അധിപന്മാരായി ഈ കേരളം അംഗീകരിക്കുന്നത്. ഒന്ന് താഴമൺ തന്ത്രിയും 2 തരണനെല്ലൂർ തന്ത്രിയും. ആ തരണനെല്ലൂർ തന്ത്രി അദ്ദേഹത്തിൻ്റെ ഉപാസനയാണ്, അദ്ദേഹത്തിൻ്റെ തപസ്സാണ് ഈ ദേവചൈതന്യം. എൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ കമ്മിറ്റിക്കാരോടും സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും എല്ലാവരോടും പറയാനുള്ളത്, നിയമ സംവിധാനത്തിൽ ഇപ്പം SIT അടക്കം എല്ലാ കോടതികളും പറയുന്നു ആചാര അനുഷ്ഠാനങ്ങളാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയുടെ മൂലഘടകം. അത് 100% തന്ത്രിയിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹം പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അതുപോലെ ഫോളോ ചെയ്യുക. ഒരു ഗർഭസ്ഥ ശിശു എങ്ങനെയാണോ അമ്മയുടെ വികസന സംഹിതകൾ പ്രാവർത്തികമാക്കുന്നത്, അതുപോലെയാണ് തന്ത്രി അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നവീകരണ കലശമാണ്, അവിടെ നവീകരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഒരു പരിവർത്തനമാണ്. അവിടെ ആ കലശം യൂട്രസ് തന്നെയാണ്, ഗർഭപാത്രം തന്നെയാണ്. അതിന് കുറേ ഇങ്ങനെ നൂലിങ്ങനെ ചുറ്റിയിട്ട് കാണാറില്ലേ നിങ്ങൾ? അതാണ് അംബ്ലിക്കൺ കോഡാണ്. നമ്മളെ അംബ്ലിക്കൺ കോഡില്ലേ, എന്താ പറയാ മലയാളത്തിൽ, എന്താ പറയാ അംബ്ലിക്കൺ കോഡിന്? അംബ്ലിക്കൺ കോഡിന് എന്താ? പൊക്കിൾക്കൊടി ബന്ധം. ഓ, ഇത്രയും അമ്മമാർ എന്നെ BP കയറ്റിയിട്ടേ നിങ്ങൾക്ക് ഉറക്കം, അതുപോലും എനിക്ക് മേല ശരണമയ്യപ്പ. ഏതായാലും ശരി, ആചാര്യ തപസ്സന്നാന അദ്ദേഹം വെക്കുന്ന നിയമേന, ആചാര്യ തപസ്സാന നിയമേന ജപേന ജ. ഇനിയാണ് ആ ഭഗവാന്റെ ഭക്തന്മാരായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട വിഹിത കർമ്മം. എന്താണ് വിഹിത കർമ്മങ്ങള്? നമ്മൾ ചെയ്യാത്ത കർമ്മങ്ങള് എന്താണ്? ജപേന നിയമേന ച. ഇവിടെ ആ ദേവചൈതന്യം വികസിക്കുന്നത്, ഇവിടെ ഇപ്പം ഇത്രയും കൂടിയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒന്ന് നമശിവായ ഒന്നിച്ച് ജപിച്ചു കഴിഞ്ഞാൽ ഈ ദീപം തെളിയുന്നത് പോലെ ആ ശ്രീലകത്തുള്ള ചൈതന്യം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയായി. യുഗം നാലിലും നല്ലു കലിയുഗം. ചൊല്ലിക്കോളൂ. സുഖമേ തന്നെ മുക്തി ലഭിക്കുവാൻ ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നു ചേരും പുരുഷാർത്ഥമൊക്കെയും. പുരുഷാർത്ഥം, ധർമാർത്ഥ, കാമമോക്ഷങ്ങളെ എല്ലാം നേടിയെടുക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, അല്ലാതെ ഒന്നും നടക്കുകയല്ല, പ്ലഗിന്റെ സ്വിച്ച് ഓൺ ആക്കിയാലേ മൊബൈലിൽ ചാർജ് ചെയ്യുള്ളൂ, അല്ല അമ്മേ?
ചാർജർ കുത്തി ഓണാക്കിയാലേ ചാർജ് കയറുള്ളൂ. നമ്മൾ വാട്സാപ്പ് വിട്ട് കഴിഞ്ഞാലേ രാമനായർക്ക് വാട്സാപ്പ് കിട്ടുള്ളൂ. അമ്മയ്ക്ക് വരെ അതറിയാം. അപ്പോൾ പ്രവൃത്തി ചെയ്യാതെ പറ്റില്ല. ഈ നാമജപമാണ് ആ ദേവ ചൈതന്യം വികസിക്കാനുള്ള പ്രധാന ഘടകമെന്ന നിയമം ജപേ. അപ്പോൾ ഭൂദാനം അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ വിശുദ്ധത്തിൽ പറയുന്നതാണ്. അദ്ദേഹത്തിന് 10-14 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് മരിച്ച സമയത്താണ് ആ തകർന്ന് തരിപ്പണമാകേണ്ട മനസ്സ് ഉയരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഈ നാമജപം കൊണ്ട് നമുക്ക് നേടാനുള്ളത് ഒക്കെ നേടാം. പിന്നെ ഇനിയാണ് ഉത്സവ അന്നദാനേന ക്ഷേത്ര അഭിവൃദ്ധിഞ്ച പഞ്ചമ. ഉത്സവം അതിഗംഭീരമായി നടത്താറുണ്ട്. ഉത്സവം എന്ന് പറഞ്ഞാൽ ദേവ ചൈതന്യം ആവാഹിക്കുകയും പ്രതിഷ്ഠിക്കുകയും അത് ഉത്സവമായി നാനാജാതി മതസ്ഥരായ സമൂഹത്തിലേക്കും ക്ഷേത്രം മതിലിനകത്ത് നിറഞ്ഞു തുളുമ്പി പുറത്തോട്ട് ഒഴുകുകയും ചെയ്യുക. അവിടെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് അടിമുട്ടി പരിവർത്തനം വരുത്തുക. ഒപ്പമാണ് ഉത്സവ അന്നദാനം. അതിൽ നമ്പർ 1 ആണ്. വേറെ എന്തെങ്കിലും പറയും. ഈ അന്നദാനത്തിൻ്റെ അവിടത്തേക്കുള്ള ഓട്ടോ കാണുമ്പോൾ എനിക്ക് ഈ സോമാലിയൊക്കെയാണ് ഇടയ്ക്ക് ഓർമ്മ വരും. ഇതുവരെ ചോറ് കാണാത്ത കളി, എന്തൊരു ഇടിയും തെറ്റും മറച്ചങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. യുദ്ധത്തിന് പാകിസ്ഥാൻ്റെ അതിർത്തിക്ക് പോകുന്ന പോലെയാണ്. എന്നാൽ മറ്റാൾക്ക് വിശപ്പില്ല. ഇങ്ങനെ അങ്ങോട്ട് മറച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിലെങ്കിലും ബുദ്ധിയിലെങ്കിൽ മുൻബുദ്ധി ഉണ്ടല്ലോ അമ്മ, അല്ലേ? അതിലെങ്കിൽ ഇതും വേണ്ടാന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക നമ്മൾ? ഏതായാലും ശരി, ഈ നവീകരണ കലശം, ഈ നവം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉണർവാണ്. നവരാത്രി എന്നുള്ളതൊക്കെ കേട്ടിട്ടില്ലേ? 9 ദിവസം കൊണ്ട് നമ്മൾ അടിമുടി പരിവർത്തനം വന്ന് പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക കുട്ടികളിൽ. ജോലിക്ക് പോവാതെ ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുന്ന ചേട്ടന്മാരെ ബിവറേജ് കോർപ്പറേഷനിൽ നിന്നും ജോലി സ്ഥലത്തോട്ട് പറഞ്ഞു വിടാൻ ഒരു 9 ദിവസം. കുളിക്കും ജപിക്കും ചെയ്യാത്ത അമ്മമാർക്ക് കുളിക്കാനും ജപിക്കാനും ഒരു 9 ദിവസത്തെ ട്രെയിനിങ്. ഇതാണ് നവരാത്രി. ഇതുപോലെ നവീകരണ കലശം ദേവ ചൈതന്യത്തിനെ പോഷിപ്പിക്കാൻ, വികസിപ്പിക്കാൻ, ആ ദേവ ചൈതന്യം വികസിക്കുന്നതോടൊപ്പം നമ്മൾ ഓരോ ഭക്തന്മാരും ഓരോ ജീവജാലങ്ങളും ആ ചൈതന്യത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. നമ്മൾ ഇവിടെ തൊഴാൻ വേണ്ടി വരുമ്പോൾ കാണുന്നതാണ് ശിവലിംഗം, ഇല്ലേ? ശിവലിംഗം അല്ലേ? ശിവലിംഗം അല്ലേ തൊടുന്നത്? അപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ മുസ്ലിങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ? അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ നമ്മളെ മക്കളോട് ചോദിക്കും, അല്ലപ്പാ നിങ്ങളെ അമ്പലത്തിലെ ലിംഗല്ലേ അത്, ഈ മൂത്രമൊഴിക്കുന്ന അതൊക്കെ നിങ്ങൾ അമ്പലത്തിൽ വെച്ച് പൂജിക്കുകയാണല്ലോ എന്ന് നമ്മളെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ നമ്മളോട് ഒന്ന് ചോദിക്കും അല്ലേ? നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ഉടനെ എന്ത് ചെയ്യും? മൊബൈൽ എടുത്ത് ഉല്ലിക്കൊടുക്കും. പിന്നെ ചോദിക്കില്ലല്ലോ. 2 മണിക്കൂർ മൊബൈലിൻ്റെ കൂട്ടത്തിൽ കമിഴ്ന്ന് കിടന്ന് ശവാസനം നടത്തിക്കോളും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. അഗ്നിയിൽ നിന്നേ അഗ്നി പകരാൻ സാധിക്കുള്ളൂ, അറിവിൽ നിന്നേ അറിവ് പകരാൻ സാധിക്കൂ. അപ്പൊ ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കണം. വേണ്ടേ? അയ്യോ വേണ്ട, ആ കണ്ണട വെച്ച ചേച്ചി വേണ്ടാന്നോ? ദൈവമേ, വേണം. എന്തുകൊണ്ട് വേണം? അവനവനെ കുറിച്ചെങ്കിലും അറിയണം, അവനവന്റെ ദേശനാഥനെ കുറിച്ചെങ്കിലും അറിയണം. അല്ലെങ്കിൽ 15 വർഷം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വിദ്യാഭ്യാസം പഠിച്ചിട്ട് വന്ന് ഒരു ഡിഗ്രിയും കൊണ്ട് വന്ന് ഇവിടെ വന്നിട്ട് അമ്മയുടെ പള്ളക്കെട്ട് ചവിട്ടുന്ന മക്കളാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കൂട്ടത്തിൽ പോയിട്ട് അച്ഛനിട്ട് ചവിട്ട് കൊടുക്കുന്ന മക്കളാണ് ആധുനിക തലമുറ. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തുദോഷം. കാരണം സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയമായ ഈ ഹൈന്ദവ സംസ്കൃതി നമ്മൾ ഈ ദീപം കൊളുത്തിയതുപോലെ നമ്മളെ മക്കളെ പഠിപ്പിച്ചില്ല. മാതൃദേവോ ഭവ,
പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇതാണ് നമ്മുടെ സംസ്കാരം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്ന് നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെ മക്കൾ ഒരു പക്ഷിയുടെ ചിറകിൻ്റെ ഉള്ളിൽ കുഞ്ഞു പക്ഷികൾ കൂടുന്നത് പോലെ നമ്മളെ മക്കളൊക്കെ വളരുമായിരുന്നു. ഈ സംസ്കൃതി നമ്മളെ മക്കളെ പഠിപ്പിച്ചില്ല. ഏതായാലും ശരി. അപ്പോൾ ശിവലിംഗം, ലിംഗം നമ്മൾ ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിനെ കാണൂല്ലേ? കാണൂലേ? ഒരു ഭദ്രകാളിയുടെ വീട്ടിൽ പോയ അപ്പുറത്തെ വീട്ടിലെ രാമനായരുടെ ഭാര്യനെ ഭദ്രകാളി എന്ന് വിളിക്കുക അല്ലേ? ഭദ്രകാളിന്ന് ദേഷ്യം വരുമ്പോൾ അമ്മായിയമ്മ മരുമകളെ വിളിക്കുന്ന പേരല്ലേ ഭദ്രകാളിന്ന്? എന്താണെന്ന് അറിയാൻ പാടില്ല. മലയാളം ഇത്രയും പൊട്ടന്മാരായാലും ഭദ്രം കലയിതി ഇതി ഭദ്രകാളി, ഭദ്രമായി സുഭദ്രമായി ഈ അണ്ടകടാഹത്തെ മുഴുവൻ സംരക്ഷിച്ചു വളർത്തുന്ന ഏറ്റവും മധുരമായ ചൈതന്യം എന്നുള്ളതാണ് ഭദ്രകാളി. ഒരു കുഞ്ഞിനെ അമ്മ യൂട്രസിൽ വളർത്തുന്നത് പോലെ വളർത്തുന്നത് എന്നുള്ളതാണ് ഭദ്രകാളി എന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ ഇത് എന്ത് ചെയ്യൂ? മിസ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഭദ്രകാളിയുടെ വിഗ്രഹം അങ്ങനെ ഉണ്ടാവും. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ചുമ്മാ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു തുമ്പിയെ പിടിക്കുന്നത് പോലെ കണ്ടില്ലേ? ഇങ്ങനെ ഓരോ ദേവീ ദേവന്മാരുടെയും വിഗ്രഹത്തിന് രൂപം കൃത്യമായിട്ടുണ്ടാവും. ശിവന് മാത്രം ശിവലിംഗമാണ്. എന്തുകൊണ്ടാണ്? സ്ഥൂലാപേക്ഷതേ സൂക്ഷ്മ മീഷ്യതി. എന്താണ്? സ്ഥൂലാപേക്ഷതേ സൂക്ഷ്മ മീക്ഷ്യതി. ഞാനിപ്പോൾ ഇവിടുന്ന് പറയുന്നത് കാണുന്നുണ്ട്, അല്ലാണ്ട് ചെവിയോണ്ട് നിങ്ങൾ കേൾക്കുന്നത് കാണാൻ പറ്റൂല. പറ്റുമോ? കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റൂലല്ലോ, ചെവിയോണ്ട് കാണാൻ പറ്റൂലല്ലോ, നാക്കോണ്ട് മണക്കാൻ പറ്റില്ലല്ലോ. അതിസൂക്ഷ്മമാണ് ലിംഗത്തിലുള്ള ചൈതന്യം. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ വിശ്വം ദർപ്പണ വിശ്വമാന നഗരി തുല്യം നിജ അന്തർഗതമായി ഈ ലിംഗത്തിൽ സ്ഥൂലാപേക്ഷതേ സൂക്ഷ്മമീഷ്യതി, അതിസൂക്ഷ്മമായിട്ടുള്ള ശിവതത്വമാണ്. എന്താണ്? ശിവ തത്വമാണ്. ആ ശിവതത്വത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ, പഞ്ചഭൂതങ്ങളെ മുഴുവൻ, ഈ നമ്മൾ ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്ന സർവ്വതും ഈ ലിംഗത്തിൽ നാം ദർശിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ നോക്കി തൊഴുക? വിഗ്രഹം. എന്താണ്? വിഗ്രഹം. വിശേഷാഗ്രാഹ്യതേ ഇതി വിഗ്രഹ. നമ്മുടെ വിശേഷ ബുദ്ധിക്ക്, കോമൺ സെൻസിന് നമുക്കത് കാണുമ്പോൾ എന്ത് വേണം? അതിലെ തത്വം ഗ്രഹിക്കാൻ സാധിക്കണം. വിശേഷാഗ്രാഹ്യതേ ഇതി വിഗ്രഹം. ആ തത്വം നമുക്ക്, അപ്പോൾ ആ ശിവതത്വം നമുക്ക് അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ ആ ശിവലിംഗത്തില് പ്രകൃതി പുരുഷം ചെയ്വ, ആ പ്രകൃതിയാണ് ആ ശിവലിംഗത്തിന്റെ പീഠം. ആ പുരുഷനായിട്ടാണ്, വിരാട് പുരുഷനായിട്ടാണ് ആ ലിംഗത്തിനെ സങ്കല്പിക്കുന്നത്. ഇത് രണ്ടും കൂടുമ്പോൾ, അച്ഛനും അമ്മയും കൂടുമ്പോൾ നമുക്ക് ജന്മമുണ്ടായതുപോലെ നമുക്ക് ഈ ശിവലിംഗത്തിലൂടെ നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതം ധന്യമാക്കിയെടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു മഹാവിഷ്ണു ഉപദേവനില്ലേ ഇവിടെ? ഉപദേവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യം എന്നാണ് അർത്ഥം, കൂട്ടത്തിൽ എന്നുള്ളതാണ്. അതാണ് ഉപനിഷത്ത്. കേട്ടിട്ടില്ലേ? ഉള്ളിലിരുത്താനുള്ളതാണ്. ഉപനിഷത്ത് പറഞ്ഞ കൂട്ടത്തിലിരുത്താനുള്ളതാണ്. മഹാവിഷ്ണു, വിഷ്ണുശ്ച ഹൃദയം ശിവ, ശിവോശ്ച ഹൃദയം വിഷ്ണു. വിഷ്ണുവിൻ്റെ ഹൃദയത്തിലാണ് ശിവനിരിക്കുന്നത്, ശിവന്റെ ഹൃദയത്തിലാണ് വിഷ്ണു ഇരിക്കുന്നത്. ആ മഹാവിഷ്ണു ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവാണ് അല്ലേ? എത്ര കൈയാണ്? ചതുർബാഹുവായിട്ടുള്ള. അപ്പൊ നേരത്തെ നമ്മൾ ശിവന് എത്ര കയ്യാ ഉള്ളത്? തല താഴ്ത്തണ്ട, പൊക്കി പിടിച്ചോളൂ, ചങ്കൂറ്റത്തോട് പൊക്കി പിടിച്ചോളൂ.
എത്ര 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 കൈയാ ഉള്ളത്? 4 കൈ. എത്ര കൈയാണ്? 4 കൈ. ശ്രീലകത്ത് ശോഭിക്കുന്നതായിരിക്കുന്ന ആ മഹാദേവന് എത്ര കൈയാണുള്ളത്? എത്ര? 4 കൈയാണ്. മൃഗമഭയവരദ ഹസ്തോ. ഒരു കൈയില് ഒരു മഴുവാണുള്ളത്. എന്താണ്? മഴുവാണ്. ഒരു കൈയിലൊരു മൃഗമാണുള്ളത്. മറ്റേ 2 കൈയും അഭയവും വരദവുമാണ്. എന്താണ്? അഭയവും വരദവുമാണ്. അതെ, ഈ മൃഗത്തിനെ കാണുമ്പോൾ നമ്മളിലൊക്കെ ചിലപ്പോൾ ചില സ്വഭാവം ഇങ്ങോട്ട് വരും. വൈകുന്നേരം ആകുമ്പോൾ ചേട്ടൻ ഇത്തിരി കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കൊരട്ടഹാസം എന്ന് പറഞ്ഞിട്ടുള്ള കൊടുങ്ങല്ലൊരു ഭരണി പോലെ തുള്ളൂല്ലേ? അത് തന്നെ മനസ്സിലായല്ലോ? അത് തന്നെ. അപ്പോ നമ്മുടെ മൃഗീയ സ്വഭാവങ്ങള് ദിവസേന കാണുന്നതാണ്. മക്കള് അച്ഛനെ വെട്ടി, അമ്മയെ മക്കള് നടു റോട്ടി കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു, അച്ഛനെയും അമ്മയെയും അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടുന്ന ഹിന്ദുക്കളായ ജന്തുക്കള് അച്ഛനെയും അമ്മയെയും ഗുരുവായൂരിൽ കൊണ്ടുപോയി ഗുരുവായൂരപ്പനെ തൊഴുതോളൂ പറയും. ഇദ്ദേഹം ഹരേ കൃഷ്ണ 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 എന്ന് പറഞ്ഞ് തൊഴും. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആരില്ല? മക്കളില്ല. അപ്പൊ ഇപ്പം ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ പറയും വെയിറ്റ് എന്ന് പറയും. എന്ത് പറയും? നമ്മൾ കൃത്യമായിട്ട് ഭഗവാനെ വിളിച്ച് അറ്റൻഡൻസ് സൈറ്റിൽ ഭഗവാൻ പറയും ഓക്കെ ഐ സി യു. എന്താ പറയാ? ഐ സി യു. നമുക്ക് എവിടെ കാണാം? ഐസിയുവിൽ എത്തിയിട്ട് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയും അവിടെ നിൽക്കട്ടെ പറയും. എന്ത് പറയും? അവിടെ നിൽക്കട്ടെ പറയും. അപ്പൊ നമ്മളിലുള്ള മൃഗീയ സ്വഭാവം, ആസുരീക സ്വഭാവം, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന സ്വഭാവം, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും കട്ടുമുട്ടിക്കുകയും വെട്ടിപ്പിടിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന മൃഗീയ സ്വഭാവമാണ് ഈ മൃഗത്തിനെ ശ്രീലകത്ത് ശോഭിക്കനായ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെയുള്ള മൃഗീയ സ്വഭാവത്തെ ഈ മഴുകൊണ്ട് ഞാൻ വെട്ടി നശിപ്പിക്കുന്നതായിരിക്കും. എൻ്റെ ഭക്തന്മാരെ എൻ്റെ ഭക്തന്മാരെ അങ്ങനെയുള്ള അവരുടെ വൃത്തികെട്ട എല്ലാ സ്വഭാവങ്ങളും നീക്കി അവർക്ക് ഞാൻ അഭയവരദഹസ്തവും അഭയവും വരവും നൽകി ജീവിതത്തെ കൈപിടിച്ചുയർത്തുമെന്നാണ് മഹാദേവൻ ശിവലിംഗത്തിലൂടെ നമ്മളോട് പറയുന്നത്. അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയമില്ലാത്ത അവസ്ഥ. അഭയവും വരദാനങ്ങളെ. അപ്പൊ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക്, നമ്മുടെ ജീവിതത്തിന്റെ നാളേക്ക് നമുക്ക് വേണ്ടിയിരിക്കുന്നതൊക്കെ ആ ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തവത്സലനാണ് ഭഗവാൻ. പരമപ്രേമസ്വരൂപനാണ് പരമേശ്വരൻ. ആരാണ്? ഭക്തവത്സലനാണ് ഭഗവാൻ. ഇദ്ദേഹത്തിന്റെ പേരാണ് രുദ്രൻ. എന്താണ്? എവിടെയാണ്? ആ 3ാമത്തെ ബസ് സ്റ്റോപ്പിന്റെ ആ വളവിന്റെ അവിടുത്തെ രുദ്രൻ ചേട്ടനല്ല പറഞ്ഞത്. ഇതിനകത്തൊരു രുദ്രനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ്. എന്താണ് പേര്? രുദ്രൻ. ദ്രാവയതി ഇതി രുദ്രാഹ. ദുഃഖത്തെ പ്രതിരോധിക്കുന്നവൻ എന്നുള്ളതാണ് അർത്ഥം. എന്താണ്? ദുഃഖത്തെ ഇപ്പൊ ദുഃഖമില്ലാത്ത അവസ്ഥയാണ് രുദ്രന്റെ ഉപാസനയിലൂടെ. ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശമുണ്ട്. ഇവിടെ ഇപ്പോ ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രകാശമുണ്ട്. ദുഃഖമില്ല എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. അപ്പോൾ സന്തോഷം നമുക്ക് തരുന്ന വ്യക്തിയെയാണ് രുദ്രൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിലെ ധാർമ്മികത ഇല്ലാത്ത വഴിപിഴച്ച ജീവിതം നയിക്കുമ്പോൾ ആ രുദ്രൻ എന്ത് ചെയ്യുന്നറിയോ? തൻ്റെ രൗദ്രഭാവം പുറത്തോട്ടെടുക്കും. ഇതാണ് രുദ്രൻ. അപ്പോൾ ആ രുദ്രനായ അദ്ദേഹം പരമപ്രേമസ്വരൂപിയാണ്. എന്താണ്? പരമപ്രേമസ്വരൂപിയാണ്. നമ്മളൊരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് എന്ത് വരും? കണ്ണീര് വരും ഇല്ലേ? നമ്മുടെ
അമ്മയെ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമുക്ക് എന്ത് വരും? സന്തോഷം കൊണ്ട് കണ്ണീര് വരും. മര്യാദക്ക് ജീവിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പറയും. അത്രയേ ഉള്ളൂ. നമ്മുടെ അച്ഛനെ കുറച്ചു നാളെ കാണാതെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് സന്തോഷാശ്രുക്കൾ വരും. ഇതുപോലെ ഈ അണ്ടകട്ടാഹത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളോടുള്ള പരമപ്രേമവും സന്തോഷവുമുണ്ട്. ആ ശ്രീലകത്ത് ശോഭിക്കണതായ മഹാദേവന്റെ രുദ്രന്റെ കണ്ണിൽ നിന്നും സന്തോഷാശ്രുക്കള് ഭൂമിയിൽ പതിച്ചു. എവിടെ പതിച്ചു? ഭൂമിയിൽ പതിച്ചു. പ്രകൃതി മാതാവ് അത് ഏറ്റെടുത്തു. പ്രകൃതി മാതാവ് അത് ഏറ്റെടുത്തതാണ്, വൃക്ഷങ്ങളായി വന്നതാണ്. എന്ത്? രുദ്രാക്ഷം. എന്ത്? ഭദ്രാക്ഷം അല്ല, അത് വേറെയാണ്. ഇത് രുദ്രാക്ഷം. എന്ത്? അപ്പൊ ഇതിനകത്തൊരു തത്വമാണ്, ഒരു വിഷനും മിഷനുമാണ് ഇതിനകത്ത്. എന്ത്? പരമപ്രേമമായിരിക്കണം എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം ആ പരമേശ്വരന്, പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളോടും ഉള്ള സ്നേഹമായിരിക്കണം. ഗൃഹസ്ഥാശ്രമിയായ നമ്മുടെ അച്ഛനോടും നമ്മുടെ അമ്മയോടും നമ്മുടെ ഭാര്യമാരോടും, ഭാര്യമാരില്ല, ഭാര്യയോടും, ഭർത്താക്കന്മാരോടല്ല ഭർത്താവിനോടും, കുഞ്ഞുകുട്ടികളോടും, നമ്മുടെ സുഹൃത്തിനോടും, വാട്സാപ്പ് ഫ്രണ്ട്സിനോടും, ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളും, ട്വിറ്റർ ഫ്രണ്ട്സുകളോടും, അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലുള്ള സുഹൃത്തുക്കളോടും. ഇതാണ് രുദ്രന്റെ അക്ഷത്തെ ധരിക്കുന്നവൻ രുദ്രാക്ഷമായി. ശിവം ഭൂത്വ ശിവം യജേ. യജേ എന്ന് പറഞ്ഞാൽ ഭജിക്കുന്നവര്, നമശിവായ 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 മന്ത്രം ജപിക്കുന്നവര്, ശിവനെ ഭജിക്കുന്ന ആൾക്കാര് ശിവം ഭൂത്വ ശിവമായി മാറും. അപ്പൊ ആ ശിവന്റെ 4 കൈ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി അവിടെ ഒരു മിടുക്കിയുണ്ട്, നല്ലൊരു സുന്ദരിക്കുട്ടിയുണ്ട്. ഇനി നമുക്ക് മഹാവിഷ്ണുവിന്റെ അടുത്തോട്ട് പോവാം. മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ എത്രയാണ് കൈയുള്ളത്? അഷ്ടഗുണോഷ്ടബാഹു. 8 ഗുണങ്ങളാണ്, 8 കരങ്ങളായിട്ട്, അത് 2 കരങ്ങളും 2 ഉപാംഗങ്ങളുമായിട്ട് 4 ചതുർബാഹുവായിട്ടാണ് നമ്മൾ ഉപാസന നടത്തേണ്ടത്. ഒരു ശംഖ്, ഒരു ചക്രം, ഒരു ഗദ, ഒരു പങ്കജം, അല്ലേ? താമരപ്പൂവ് ഇപ്പൊ താമരയുടെ കാലാണല്ലോ, താമരയാണല്ലോ എല്ലായിടത്തും മാർക്കറ്റ്, അല്ലേ? ഈ നമ്മുടെ ഏത് ദേവീദേവന്റെ ഫോട്ടോ കാണുമ്പോൾ അതിന്റെ താഴത്തിങ്ങനെ WWW എന്ന് എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കാറുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഏത് ദേവീദേവ ഫോട്ടോയിലും താഴത്തിങ്ങനെ WWW എഴുതി പോലുണ്ടാവും. അതൊന്നുമില്ല, ഒരു താമരപ്പൂവാണ് അത് സങ്കല്പം. ഏത് ഹൈന്ദവ ദേവീദേവന്മാർ ഏതും ഒരു ദേവീദേവ സങ്കല്പമൊക്കെ എന്തിനായിരിക്കും? ഒരു താമരപ്പൂവിലായിരിക്കും. ഇനി ഈ വിഗ്രഹത്തിനകത്തോട്ട്, ഈ ശിവലിംഗത്തിനകത്തോട്ട് ഇപ്പോ ഇവിടെ നവീകരണ കലശം നടത്തുമ്പോൾ അവിടെ ചൊല്ലുന്ന മന്ത്രങ്ങള്, പ്രതിഷ്ഠ ചെയ്യുന്നതും ആവാഹന ചെയ്യുന്നതും പുനഃപ്രതിഷ്ഠ നടത്തുന്നതും ഒക്കെ തന്ത്രി എവിടുന്നാണ്? ഹൃത്പുണ്ടരീകം പരമം വിശുദ്ധം. വേദങ്ങൾ പറയുന്നു ഹൃത്പുണ്ടരി, ഹൃദയമാകുന്ന ഗുഹാക്ഷേത്രത്തിലെ ഹൃദയ കമലത്തിൽ നിന്നാണ് ആവാഹിക്കുന്നത്. അപ്പൊ ഹൃദയമാകുന്ന താമരയിൽ നിന്നും ആവാഹന ചെയ്ത് ആ വിഗ്രഹമാകുന്ന താമരപ്പൂവാണെന്ന സങ്കല്പം. അതിനകത്തോട്ടാണ് ഈ ആവാഹന ചെയ്യുന്നത്. തന്നേക്കും. ആയുരാരോഗ്യ സൗഖ്യം അങ്ങേക്കും കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ശരണമയ്യപ്പ. അപ്പോ ആ താമരയുടെ കാലാണല്ലോ ഇപ്പോൾ. ഞാൻ താമര എന്ന് പറയുന്നത് ഈ മഹാവിഷ്ണുവിന്റെ കയ്യിലതാ. അപ്പോൾ ശംഖും ചക്രം ഗദ പങ്കജം ഉണ്ടാവില്ലേ? ഇത് 4 മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ളത്. ഇതിപ്പോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണെന്ന് ഞാനും ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിച്ച് അവാർഡ് പടത്തിലെ വൈകുന്നേരം ഭാര്യയും ഭർത്താവും കണക്കനെ ഇത് എത്ര കാലമായി കാണുന്നു, എത്ര കാലമായി പരാനാക്കിക്കൊണ്ടിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് തന്നെ. അപ്പൊ നോക്കുക, കയ്യിലൊരു ഗദയുണ്ടാവും. ആ ഗദ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നരകത്തിൽ നിന്നും കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭു ഗൃഹാന്തകൂപം എന്ന് പറയും. പൊട്ടക്കിണറാകുന്ന നരകമാകുന്ന ഗൃഹം, വീട് നരകമാക്കി മാറ്റുന്ന ഗൃഹനാഥൻ. പണിക്ക് പോവാത്ത രാമൻ നായർ എന്ന് മലയാളത്തിൽ. എവിടെയും പോയിട്ടില്ല എങ്കിൽ വെറുതെ ഇരിക്കുന്ന രാമൻ നായരില്ലേ, രാവിലെ ആയി എഴുന്നേറ്റ്
ഒരു കട്ടൻ ചായയും കുടിച്ച് അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും ചുമ്മാ ഉടക്കിക്കൊണ്ട് ബാക്കിയുള്ള സമയം മുഴുവൻ തോണ്ടി 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 വിടുന്ന ആളില്ലേ, ഇതിനാണ് തമോ ഗുണം എന്ന് പറയും. വെറുതെ ഇരിക്കുക. എന്ത്? വെറുതെ ഇരിക്കുക. ഈ വെറുതെ ഇരിക്കുന്ന മനസ്സിന്റെ ബുദ്ധിയിലെ ബോധത്തെ ഗത കൊണ്ട് അടിച്ചുണർത്തുന്നതാണ് മഹാവിഷ്ണുവിന്റെ അതിമനോഹരമായ ഗതാസങ്കല്പം. അങ്ങനെ ആവുമ്പോൾ അതിന്റെ മുകളിൽ എന്താ ഉണ്ടാവുക? ഗതയുടെ മുകളിൽ എന്താണ്? ശംഖ്. ഈ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഈ ചേച്ചിയാണോ നേരത്തെ ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചു പോയത്? ആണോ? മാതൃസമിതിയുടെ ചേച്ചിയല്ലേ? ഹെൽമെറ്റ് ഇല്ലാത്ത ചേച്ചി നേരത്തെ പറയുന്നത് കേട്ടിരുന്നു ഞാൻ. അപ്പൊ ഈ അങ്ങനെയുള്ള ജീവിതത്തെ തലക്ക് എന്തുകൊണ്ട് അടിക്കുക? ഗത കൊണ്ടടിച്ച് അവനവൻ ചെയ്യുന്ന കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല. അത് ചെയ്തേ പറ്റൂ. ഈ കർമ്മം ചെയ്യിപ്പിക്കാനാണ്, യുദ്ധം ചെയ്യേണ്ട സാഹചര്യത്തിൽ യുദ്ധം ചെയ്യിപ്പിക്കാനാണ് മഹാവിഷ്ണു പൂർണ്ണാവതാരം എടുത്തത്. കൃഷ്ണൻ അവനവൻ ചെയ്യേണ്ട വിഹിത കർമ്മങ്ങൾ അവനവൻ ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭർത്താവ് ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബം എത്ര സ്വർഗമായി മാറും. നമ്മുടെ ഭാര്യ കുടുംബത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ എത്ര സ്വർഗീയമായ ജീവിതമായിരിക്കും. നമ്മളെ മക്കൾ എല്ലാത്തിലും പഠിച്ച് പാസ്സായി എല്ലാത്തിലും A+ കൊണ്ട് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരമായി മാറൂലേ? നമ്മുടെ വീട് മാറും. നമ്മുടെ അച്ഛനും അമ്മയും മക്കളും ഒരു കുടുംബത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാകാൻ അവനവൻ്റെ ജോലി കൃത്യമായിട്ട് അവനവൻ ചെയ്തു കഴിഞ്ഞാൽ എത്ര സ്വർഗീയമായ അനുഭൂതിയിൽ ആ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ജീവിക്കാം. അപ്പം ഈ തമോ ഗുണത്തിൽ നിന്നും ഉണർത്തി ഈ ഗത കൊണ്ടടിച്ചു കൊണ്ടിരുമ്പോൾ അവരുടെ ജീവിതം എന്താണ്? ശംഖനാദം. യുദ്ധത്തിലൊക്കെ ശംഖനാദമില്ലേ? ശംഖനാദം പോലെ മധുര സംഗീതമായി മാറും നമ്മളെ കുടുംബം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തെന്താണ്? ഒരു ചക്രം ഉണ്ടാവും മഹാവിഷ്ണുവിന്റെ കയ്യിൽ, ഇല്ലേ? എന്താണ് അതിന്റെ പേര്? ആ ചേച്ചിക്കൊക്കെ എല്ലാം അറിയാം. മിടുമിടിക്കുകയാണ്. 100 out of 100 കേട്ടോ. സുദർശന ചക്രം. എന്താണ്? കൊല്ലാൻ ഉപയോഗിക്കുന്ന ചക്രല്ലേ ഇത്? അതെ, പെട്ടെന്ന് യെസ് പറഞ്ഞു. കൊല്ലാൻ ഉപയോഗിക്കുന്നതല്ല, നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് മണക്കാനും നല്ലത് രുചിക്കാനും നല്ലത് സ്പർശിക്കാനും നല്ലത് പറയാനുമുള്ള ബുദ്ധിക്ക് തരുന്ന മഹാവിഷ്ണു നമുക്ക് തരുന്ന കണ്ണിന്റെ പേരാണ് എന്ത്? സുദർശനം. നമ്മളെ ഭർത്താവിനെ ഒരു സുദർശനമായി ഒരു നല്ല കണ്ണുകൊണ്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാല് ഇങ്ങനെ ഇരിക്കും ആ കുടുംബ ജീവിതം. നമ്മുടെ ഭാര്യ ലോകത്തിലുള്ള ഏറ്റവും സുന്ദരിയാണെന്നും ഏറ്റവും സൽസ്വഭാവിയാണെന്നും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബ ജീവിതം അമ്മച്ചി പ്രിയദർശന്റെ അവാർഡ് പടം പോലെ ആയിരിക്കും. അല്ല, അടിപൊളിയായിരിക്കുമല്ലേ അമ്മച്ചി? ആ വേടന്റെ പാട്ട് പോലെയായി മാറും. നമ്മളെ മക്കളെ പഠിക്കണം എന്ന് ആരും പറയരുത് കേട്ടോ. മക്കളോട് പിള്ളേർ ആത്മഹത്യ ചെയ്യും. ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന വേർഡാണ് പഠിക്കുന്നത്. അവൻ മറുപടി പറയുന്നത് ഞാൻ മൈക്കിലൂടെ പറയുന്നില്ല, പിറകിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഒരു കുട്ടിയോട് പഠിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്നാ മറുപടി പറയാ? സൂട്ടബിൾ വേർഡ്സ്. പഠിക്കുക. അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ വൈകുന്നേരം പൊട്ട ട്യൂഷന് പോകുമെന്ന് പറയുമ്പോൾ അവര് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയാൽ എനിക്ക് പോകാൻ പറ്റുകയില്ല. ഇതാണ്. അപ്പോൾ എന്തുകൊണ്ട് സുദർശനമായി കാണണം? ഇവൻ എൻ്റെ മകനാണ്, ഇവനൊരു നല്ല വ്യക്തിയായി വളർന്നു വരണം, ഇവന് പഠിക്കാനുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യണം, ഇവനെ വളർത്തിയെടുക്കാനുള്ളൊരു അന്തരീക്ഷം ഞാൻ കൊടുക്കണം. പഠിക്കുക പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് മാത്സിൽ 2 മാർക്കായിരുന്നു, മോന് 100 കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടൂല. എങ്ങനെ അച്ഛൻ അതുപോലെ ആയിരിക്കും മക്കള്, എങ്ങനെ അമ്മ അതുപോലെ ആയിരിക്കും മക്കള്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അതേ മക്കൾക്ക് കിട്ടുള്ളൂ. അത് കൂടുതൽ കിട്ടുമോ? ഇപ്പൊ പഠിക്കുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഈ സുദർശനം അങ്ങനെ വരുമ്പോൾ സദ്ദർശനം, നല്ല കാഴ്ചപ്പാട്, അത് തുടങ്ങേണ്ടത് കുടുംബത്തിലാണ്.
അമ്മയിലാണ്, അച്ഛനിലാണ്, ഭർത്താവിലാണ്, ഭാര്യയിലാണ്, മക്കളിലാണ്, സഹോദരങ്ങളിലാണ്. എന്നിട്ട് മതി ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, എന്നിട്ട് മതി വാട്സാപ്പ് ഫ്രണ്ട്സ്. അപ്പൊ ഈ സന്ദർശനത്തിലൂടെ നമുക്ക് കിട്ടുമ്പോ നമ്മുടെ കുടുംബം ഒരു 60 വയസ്സായിട്ടുള്ള ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് ചേട്ടനും ചേട്ടിയാണെങ്കിൽ റിട്ടയർഡ് ആണെങ്കിലും ശരി, അവിടെ നിന്ന് ആരംഭിക്കുകയായി എന്ത് മധുവിധു മഹോത്സവം. എന്ത് അവിടെ നിന്ന് ഒരു ചേച്ചി എഴുന്നേക്കുന്നത്, ഇരിക്കി പിന്നെ പോയാൽ മതി കേട്ടാ. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ആയി. എന്തിന്? മധുവിധു മഹോത്സവത്തിന്. ഇതാണ് മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള എന്ത്? താമര. ഈ താമരപ്പൂവിന്റെ അകത്ത് എന്താ ഉള്ളത്? തേൻ. ഈ തേൻ ഉണ്ണുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇത് അറിഞ്ഞുകൊണ്ട് നാരായണ 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 കൃഷ്ണ 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 ഗുരുവായൂരപ്പ പൊന്നുണ്ണിക്കണ്ണ രാധേശ നാരായണ നാരായണ. ആ ജപത്തിലൊരു ലയം വേണം. ആ ലയത്തില് വിത്തൗട്ട് ബിവറേജ് കോർപ്പറേഷനുള്ള ഒരു ലഹരി വേണം. ഇതിൽ ലഹരി കണ്ടു കഴിഞ്ഞാൽ, കുടുംബത്തിൽ ലഹരി കണ്ടു കഴിഞ്ഞാൽ ചേട്ടന്മാരൊന്നും ബിവറേജ് കോർപ്പറേഷനിൽ പോവില്ല, മക്കളൊന്നും മദ്യത്തിനും മയക്കുമരുന്നിനും പോവില്ല. പിന്നെ അയ്യോ എനിക്കിവിടുന്ന് പോകണ്ട, എന്നാലും ഞാൻ പറയാം, ലവ് ജിഹാദിലൊന്നും പോയി പെടൂല. കാരണം എന്തുണ്ട്? കുടുംബം എന്ന ലഹരിയുണ്ട്. കുടുംബം എന്ന ലഹരി ലോകത്തിന് സമ്മാനിച്ച ആദ്യത്തെ തത്വസംഹിത പേരാണ് ശിവപാർവതി സങ്കല്പം. എന്ത് ഒന്ന് പറ. ഞാനിവിടുന്ന് ഇത്രയും ബൗ 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 നോക്കണം, നിങ്ങൾ ഒന്ന് പറ. എന്ത് സങ്കല്പം? ശിവപാർവതി. ശിവനും പാർവതി ഇരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ, ശിവനൊക്കെ നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നല്ല കുട്ടപ്പനായി സെറ്റപ്പായി ചേട്ടനിരിക്കും. പിന്നെ പാർവതി തൊട്ടടുത്ത് നമ്മൾ സെറ്റ് സാരിയൊക്കെ സ്റ്റിഫൻ ഷൈനിൻ്റെ മുഖത്തൊക്കെ അയണൊക്കെ ചെയ്താക്കി മുന്താണിയൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് മൊത്തം പെയിന്റ് വാരി തേക്കും. ഒട്ടിക്കേണ്ട സാധനങ്ങൾ മുഴുവൻ ഒട്ടിക്കും. പിന്നെ ഇപ്പോഴും എന്തിന്റെ ലഹരിയാണ്? പാഡിന്റെ ലഹരിയാണ്. പാഡ് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് മുഴുവൻ പാഡ് ഫിറ്റ് ചെയ്തുകൊണ്ട് പാർവതി തൊട്ടടുത്തിരിക്കും. ശിവൻ വിത്ത് പാർവതി. അപ്പൊ ആയിരിക്കും ടാബുമായിട്ട് മകൻ ആര്? സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ ടാബുമായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആണ് അയ്യപ്പസ്വാമിയുടെ കയ്യിൽ എന്താണുള്ളത്? സ്വർണ്ണപ്പാളി. എന്ത്? സ്വർണം കെട്ടവൻ ആരപ്പ? ബാക്കി പറയരുത് കേട്ടോ, എനിക്കിവിടുന്ന് പോകേണ്ടതാണ്. ബാക്കി പറയരുത്. സ്വർണം കെട്ടവൻ ആരപ്പ, അത് പറയാൻ പാടില്ല എന്നാ പറയണത്. അപ്പൊ സ്വർണ്ണപ്പാളിയൊക്കെ ആയിട്ട് അയ്യപ്പസ്വാമി അല്ലേ? അപ്പൊ മുരുകനായി. പിന്നെ ആരാണ് ഉള്ളത്? ഒരു ചേട്ടനും കൂടി ഉണ്ടല്ലോ. എന്താണ്? വേണ്ട, ഇതൊക്കെ അറിയാം. നിങ്ങൾ മിടുമിടുക്കന്മാരാ. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ച് ക്ഷമിക്കണം കേട്ടോ. ഇതൊക്കെ അറിയാം. ഗണപതി എന്നൊക്കെ പറയാൻ അറിയാം. ഇതെത്രയാണ്? 2. എല്ലാവരും എമ്മിട്ടുകാരാണ് കേട്ടാ. നിങ്ങളെ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു, ക്ഷമിക്കണം. ഏതായാലും ഗണപതി അവിടെ ഉണ്ടാവും. ഇതാണ് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്യൂ സിസ്റ്റം ഉണ്ട്. ഇതൊന്നും അവരുടെ കൂട്ടത്തിൽ പോയിട്ട് എന്തോ വലിയ കാര്യം നേടിയ കണക്കിന് ഒരു പോക്ക്. എന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ആ ക്യാമറാമാനോട് പറയും, മൊബൈൽ കൊടുത്ത് വേണം ഒന്നും എൻ്റെ കൂടെ എടുക്കുക. ഇവൻ എടുക്കുന്ന കൊടുത്ത് എനിക്കെടുത്ത് ഞാൻ ആ മൊബൈൽ മേടിച്ചു. അപ്പം തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ് എവിടെയൊക്കെയാണ് അവിടെ മുഴുവൻ എന്ത് ചെയ്യും? പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ശിവ വിത്ത് ഫാമിലിയുടെ മുമ്പിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടാവും? ശിവന്റെ വാഹനത്തിന്റെ പേരെന്താണ്? മെഴ്സീഡ് ബെൻസോ. നിങ്ങൾ ആള് മോശമില്ല, ബെൻസ് കാറൊന്നും അന്നില്ല. പിന്നെ കാള. ഞാൻ സമ്മതിച്ചു. ഈ നമ്മുടെ പരമേശ്വരന്റെ വാഹനത്തിന്റെ പേരെന്താണ്? ഒന്ന് പറ സാറന്മാരെ, നിങ്ങളൊക്കെ ഇങ്ങനെ എന്നെ ഡിസ്കറേജ് ചെയ്യാതെ. എന്താണ്? കാള. ഉറപ്പിച്ചല്ലോ. ഇന്ന് ഏപ്രിൽ മാസം 3-ാം തീയതിയാണ്. ഉറപ്പാണല്ലോ? താങ്കളെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഭഗവാനെ സാക്ഷി നിർത്തിയിട്ടാണ് പറയുന്നത്. ഈ വിളക്ക് സാക്ഷി നിർത്തി, അഗ്നി സാക്ഷി നിർത്തിയാണ് പറയുന്നത്. ഭഗവാന്റെ വാഹനം കാളയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ മരിക്കുന്നവരെ നിങ്ങൾ ബീഫ് തിന്നാൻ പാടില്ല. ശരിയാണോ തെറ്റാണോ?
ഞാനിത് കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കേട്ടോ, ഈ ചത്ത ശവത്തിനെ കുഴിച്ചിടേണ്ട സാധനം എങ്ങനെയാണ് ചുണ്ടിൽ നിന്നും മലദ്വാരത്തിലേക്ക് 5 മീറ്റർ നീളമുള്ള ഈ സാധനത്തിനകത്തോട്ട്? സ്വാമിയേ ശരണമയ്യപ്പ, ചിന്തിക്കുമ്പോ എനിക്ക് വറ വരുന്നു. ഈ ശവം നിങ്ങൾ എങ്ങനെ വായിലേക്ക് ഇടുന്നു? ഭഗവാന്റെ വാഹനത്തെ കുത്തിപ്പൊളിച്ചിട്ട് അതിനകത്ത് ഇഞ്ചിനീരും വെളുത്തുള്ളിയും മസാലയും ഒക്കെ കൂടി കലക്കിയിട്ട് പിന്നെ തിരുമേനിമാര് പറഞ്ഞു, എന്തായി കഴിക്കണത്? ബീഫാണ്. മനസ്സിലായി, കൈകൊണ്ട് തൊടാൻ അറക്കുന്നത് കൊണ്ടായിരിക്കും ഈ സ്പൂണോണ്ട് കുത്തി തിന്നുന്നത് എന്ന്. ഈ മുള്ളോണ്ട് കുത്തി തിന്നുമല്ലോ, അത് കണ്ടിട്ട്. അപ്പൊ ഈ ബീഫ് ഇത്രയും മോശമാണ്. പിന്നെ എൻ്റെ പെങ്ങളുടെ മോള് മലബാർ കോഴിക്കോട് MBR മെഡിക്കൽ കോളേജിൽ ഓങ്കോളജി സൂപ്പർ ഓങ്കോളജിസ്റ്റാണ്. അവൾ പറയുന്നത്, അമ്മാവ ഈ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിനകത്ത് ക്യാൻസർ ഉണ്ടാവാൻ 90% സാധ്യതയാണ്. പിന്നെ കാർഡിയോളജിസ്റ്റ് എറണാകുളത്ത് ഗംഗാരൻ ഡോക്ടർ എൻ്റെ അടുത്ത ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വേദപാഠശാലയിൽ കുട്ടികളെ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം വരും. അദ്ദേഹം കുട്ടിയോട് പറഞ്ഞ ആള്, അദ്ദേഹം പറയും 80% ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹാർട്ടിനുള്ള ഞരമ്പുകൾ നമ്മുടെ ഹെയറിൻ്റെ അത്ര വലുപ്പേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഈ പോത്തിന്റെ ഇത്ര വലിയ പോത്തിന്റെ ശവം ഇതിനകത്തോട്ട് കേട്ട് ഇതായിരിക്കും ബ്ലോക്കായി ചാവും. ഇതറിഞ്ഞുകൊണ്ട് ശങ്കരനാണ് ഈ ശ്രീലകത്ത് ശോഭിക്കുന്ന മഹേശ്വരനാണ് ശങ്കരാചാര്യരുമായിട്ട് ഇവിടെ അവതരിച്ചത്. ഇദ്ദേഹം പറഞ്ഞത് ഉള്ളിൽ ഏത് ഭാഷയിലാണ്? സംസ്കൃതത്തിലാണ്. ആർക്കും മനസ്സിലായില്ല. അപ്പൊ പിന്നെ ആ ശ്രീലകത്ത് ശോഭിക്കുന്നതായ മഹാവിഷ്ണു വെറുതെ ഇരിക്കോ? പുള്ളിക്കാരൻ തന്നെ മഹാവിഷ്ണു ഇവിടെ കൊച്ചു കേരളത്തില് വേറൊരാളായിട്ട് അവതരിച്ചു. അയാളുടെ പേരാർക്കെങ്കിലും അറിയാവോ? നോക്കട്ടെ, നമ്മുടെ നാട്ടുകാർക്ക്. അത് തന്നെ. നാണുവാശാനോ? മൂക്കുന്ന് വീണതോ? ശ്രീനാരായണ ഗുരുദേവൻ. ആരാണ്? ശ്രീനാരായണ ഗുരുദേവൻ തന്റെ കൃതികളിൽ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു കൃതി എഴുതിയിട്ടുണ്ട്, ജീവകാരുണ്യ പഞ്ചകം. എന്താണ്? മലയാളികളും ആണ് ഹിന്ദുക്കളും ആണ്, അതുകൊണ്ട് നിങ്ങളിത് കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കൃതിയുണ്ട്. നീ ഇന്ന് തന്നെ പോയിട്ട് അമ്മയ്ക്ക് തോണ്ടി കൊടുക്കണം കേട്ടാ. ഗൂഗിൾ കുമാറില്ലേ? അറിയാവോ ഗൂഗിൾ കുമാറിനെ അറിയില്ലേ? എന്താണ്?